സിഡ്നിയിലും തോറ്റ് ടീം ഇന്ത്യ ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കാണാതെ പുറത്ത്. ഒരു പതിറ്റാണ്ടിന് ശേഷം ബോർഡർ ഗവാസ്കർ ട്രോഫി ഓസ്ട്രേലിയയിലേക്ക്. ബുംറ ഇല്ലാത്ത ഇന്ത്യയുടെ ബോളിംഗ് അറ്റാക്ക് വെറും വട്ടപൂജ്യമാണെന്ന് ഇന്നത്തെ മത്സരം നമ്മളെ കാണിച്ചു തന്നു. 162 റൺസ് ഈ ഒരു പിച്ചിൽ മികച്ച സ്കോർ തന്നെയാണ്. പക്ഷെ അതുപോലും പ്രതിരോധിക്കാൻ ബുംറ ഇല്ലാത്ത ഇന്ത്യൻ ബോളിംഗ് അറ്റാക്കിന് സാധിച്ചില്ല. ഓരോ റൺസും വളരെ നിർണായകമായ ഈ പിച്ചിൽ ഇന്ത്യ 16 റൺസാണ് എക്സ്ട്രാസിലൂടെ ഓസ്ട്രേലിയക്ക് നൽകിയത്. അതും ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ. എല്ലാ പ്രാവശ്യവും ഓസ്ട്രേലിയക്ക് വിജയം മാത്രം സമ്മാനിച്ചിട്ടുള്ള പെർത്തിൽ ആദ്യ മത്സരം ഇന്ത്യ വിജയിച്ചത് 295 റൺസിന്. അതിനുശേഷമാണ് ഇന്ത്യയുടെ ഈ പുറകോട്ട് പോക്ക്. 2021 ഇന്ത്യയുടെ ബി ടീമിനെ വെച്ചിട്ട് ഓസ്ട്രേലിയയിൽ വിപ്ലവം സൃഷ്ടിച്ച രഹാനെ എന്ന ക്യാപ്റ്റൻ ഇന്നെവിടെ? അന്ന് ആ ടീമിന്റെ നട്ടെല്ലായി 3-ാം നമ്പറിൽ വൻമതിൽ പണിത പുജാര എവിടെ? എന്തിനാണ് ഓസ്ട്രേലിയയിൽ ഇത്രയും നല്ല റെക്കോർഡുള്ള 2 കളിക്കാരെ പരിഗണിക്കാതെ ഓസ്ട്രേലിയയിലേക്ക് ഇന്ത്യ വണ്ടി കയറിയത്? ഇന്ത്യയുടെ ബാറ്റിംഗ് പലപ്പോഴും ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും പുജാരയും രഹാനെയും മനസ്സിൽ ഓർമ്മ വരും. ബുംറ, അശ്വിൻ, ജഡേജ, കോഹ്ലി തുടങ്ങിയ വമ്പൻ കളിക്കാർ ഒന്നും ഇല്ലാതെയാണ് രഹാനെയും കൂട്ടരും അന്ന് ഗാബയിൽ ചരിത്രം സൃഷ്ടിച്ചത്. ശരിക്കും പറഞ്ഞാൽ വിരാട് കോഹ്ലിക്ക് പകരം കഴിഞ്ഞ പ്രാവശ്യം ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മുതൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനായി വരേണ്ടത് രഹാനെയായിരുന്നു. പക്ഷെ രോഹിത്തിന്റെ IPLിലെയും വൈറ്റ് ബോളിലെയും ക്യാപ്റ്റൻസിയിലെ റെക്കോർഡ് കണ്ട് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് രോഹിത്തിനെ ക്യാപ്റ്റനാക്കി. വൈറ്റ് ബോൾ ക്രിക്കറ്റ് അല്ല റെഡ് ബോൾ ക്രിക്കറ്റ് എന്ന് പല മത്സരങ്ങളും കാണിച്ചു തന്നപ്പോഴും ഇന്ത്യൻ ടീം മാനേജ്മെന്റിന് ഇതുവരെ ബോധം വെച്ചിട്ടില്ല. ഗൗതം ഗംഭീർ IPL അല്ല ഇന്റർനാഷണൽ ക്രിക്കറ്റ് എന്ന് പലതവണ പറയുമെങ്കിലും KKRലെ ഹഷിർ റാണയെ ടീമിൽ കൊണ്ടുവന്നത് എന്തിന്? അഭിമന്യു ഈശ്വരനും സഫ്രാസ് ഖാനെയും ഒരു കളിയിൽ പോലും കളിപ്പിക്കാത്തത് എന്തേ? പിന്നെന്തിനാണ് ഇവരെയൊക്കെ ടീമിൽ ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നത്? ഓസ്ട്രേലിയയെ കണ്ടുപഠിക്കുക. മിച്ചൽ മാർഷിന് ഫോം നഷ്ടമായപ്പോൾ അവർ വെബ്സറിനെ കൊണ്ടുവന്നു. അവസാന ടെസ്റ്റിൽ മാർഷായിരുന്നുവെങ്കിൽ ഓസ്ട്രേലിയ ഇതിലും പ്രതിരോധത്തിലായേനെ. തുടർച്ചയായി 2 തവണ ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ കളിച്ച നമ്മൾ ഇത്തവണ TVയിലിരുന്ന് ഫൈനൽ കാണാനാണ് വിധി. അടുത്തത് ഇന്ത്യക്ക് ടെസ്റ്റ് ഉള്ളത് ജൂണിൽ ഇംഗ്ലണ്ടിനെതിരെയാണ്. അടിമുടി മാറ്റവുമായി പുതിയൊരു ടീം ഇന്ത്യയെ ഇംഗ്ലണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇപ്രാവശ്യം ഇന്ത്യക്ക് പിഴച്ചുപോയത് എവിടെയാണ്? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട.